നമസ്കാരം. നമ്മളെയൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ? അതാണ് ഭയം. പക്ഷേ ആ ഭയത്തെ എങ്ങനെ നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തിയാക്കി മാറ്റാൻ പറ്റുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആ ഒരു രഹസ്യം കണ്ടെത്താനാണ് പോകുന്നത്. നമുക്ക് ഈയൊരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം. ഒന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഈ ഭയമെന്ന ചിതൽ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നുണ്ടോ? അപ്പോൾ നമ്മളെങ്ങനെ തടവിലാക്കുന്ന ഈ ഭയത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് ആദ്യമൊന്ന് തിരിച്ചറിയാം. അതിന്റെ ആ നിഴലിനുള്ളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതാണ് നമ്മളെ ബന്ധിക്കുന്ന ആദ്യത്തെ ചങ്ങല. ഒരുപക്ഷെ ഏറ്റവും വലുതും ഇത് തന്നെയാകും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ പേടി, അല്ലേ? നമ്മുടെ ഓരോ കാലുവെപ്പിനെയും ഇത് തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ തോറ്റുപോയാലോ എന്നുള്ള ഭയം. ഇത് നമ്മുടെ പ്രവർത്തനങ്ങളെ ശരിക്കും മരവിപ്പിച്ചു കളയും. ഒന്ന് ശ്രമിച്ചു നോക്കാൻ പോലും നമ്മളെ സമ്മതിക്കാതെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ഭയം ഇതാണ്, എല്ലാം തകർന്നടിയോ എന്നൊരു ചിന്ത. എപ്പോഴും ഏറ്റവും മോശമായത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നും തുടങ്ങാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു തരം ഭയമാണിത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്: ഭയം ഒരു യാഥാർത്ഥ്യമല്ല. അത് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒരു മിഥ്യാബോധം മാത്രമാണ്. ഇല്ലാത്തൊരു ഭാവിയെ ഓർത്ത് പേടിച്ച് അത് നശിപ്പിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസത്തെയാണ്. ശരി, നമ്മൾ ഭയത്തിന്റെ നിഴലിൽ നിന്ന് ഇനി വെളിച്ചത്തിലേക്ക് വരികയാണ്. ഈ ഭയത്തെ നമുക്ക് എങ്ങനെ നേരിടാം, അതിന്റെ ശക്തിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നോക്കാം, അല്ലേ? ഭയം ഒരു പ്രേതത്തെ പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. നമ്മൾ അതിനെ പേടിച്ചോടുന്തോറും അതിന് ശക്തി കൂടും, അത് കൂടുതൽ വലുതായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ധൈര്യത്തോടെ ഒന്ന് തിരിഞ്ഞുനിന്ന് അതിനെ മുഖാമുഖം കണ്ടാലോ, അത് പുക പോലെ അങ്ങ് അപ്രത്യക്ഷമാകും. നമ്മുടെ ശക്തി നമുക്ക് തിരികെ കിട്ടും. ഇതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ തലച്ചോറിൽ അമിഗ്ഡാല എന്നു പറയുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. അതാണ് ഈ പേടിയുടെയൊക്കെ കേന്ദ്രം. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതായത് ഭയം നമ്മളെ ഭരിക്കേണ്ട ഒന്നല്ല, നമുക്ക് ഭയത്തെ ഭരിക്കാം. ഈ വാക്കുകൾ എപ്പോഴും ഓർക്കണം. ധൈര്യമെന്ന് പറയുന്നത് ഭയമില്ലാത്തൊരവസ്ഥയല്ല, മറിച്ച് ഭയമുണ്ടായിട്ട് മുന്നോട്ടു പോകാനുള്ളൊരു തീരുമാനമാണ്. ധൈര്യമുള്ളയാൾക്ക് ഭയമില്ല എന്നല്ല, ആ ഭയത്തെ മറികടന്ന് മുന്നോട്ടു പോകാനുള്ള ഇച്ഛാശക്തി ഉണ്ടെന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി നമുക്ക് നിർഭയരാകാനുള്ള മറ്റൊരു വഴിയിലേക്ക് കടക്കാം. നമ്മുടെ സാധാരണ യുക്തിയിൽ നിന്ന് കുറച്ചുകൂടി ആഴത്തിലുള്ള ആത്മീയ ജ്ഞാനത്തിലേക്ക്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ വാക്കുകളിലൂടെ ഭയത്തെ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ദിവ്യജ്ഞാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്തൊരു ശക്തമായ വാക്കുകളാണല്ലേ! ഭയം നമ്മുടെ കഴിവുകളെ തളർത്തുന്ന ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഋഷി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ദൈവീകമായ ശക്തിയുണ്ട് എന്ന ആ ഒരൊറ്റ ഓർമ്മപ്പെടുത്തൽ മതി നമുക്ക് എല്ലാ ഭയത്തെയും അതിജീവിക്കാനുള്ള ധൈര്യം കിട്ടാൻ. ശരി, ഈ ജ്ഞാനമൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? അതിനായി നമുക്ക് വ്യക്തമായൊരു കർമ്മപദ്ധതിയിലേക്ക് കടക്കാം. നിർഭയത്വത്തിലേക്കുള്ള നിങ്ങളുടെ സ്വന്തം പാത. ഇതാ നിർഭയത്വത്തിലേക്ക് നിങ്ങൾക്ക് പിന്തുടരാവുന്ന 4 ചുവടുകൾ. 1. തിരിച്ചറിയുക. ഭയം എന്നത് വെറുമൊരു മിഥ്യയാണെന്ന്, നിങ്ങളുടെ മനസ്സുണ്ടാക്കുന്ന ഒരു നിഴൽ മാത്രമാണെന്ന് തിരിച്ചറിയുക. 2. നേരിടുക. നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാതെ അതിനെ ധൈര്യമായിട്ടങ്ങ് നേരിടുക. 3. ഓർമ്മിക്കുക. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിർഭയത്വമാണ്. ഈ ഭയമൊക്കെ നമ്മൾ പിന്നീടണിഞ്ഞ ഒരു മുഖംമൂടി മാത്രമാണ്. 4. ഇതാണ് ഏറ്റവും പ്രധാനം: ഒരു തീരുമാനമെടുക്കുക. ഇന്ന് തന്നെ ഒരു ചെറിയ ഭയത്തെയെങ്കിലും ഞാൻ നേരിടുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. അതെ, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സിംഹത്തെ ഉണർത്താനുള്ള സമയമായി. ഭയമെന്ന കൂട്ടിൽ നിന്ന് അതിനെ മോചിപ്പിക്കുക. കാരണം നിർഭയരായി പൂർണ്ണ ശക്തിയോടെ ജീവിക്കുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. ആ ശക്തിയെ ഇന്ന് തന്നെ തിരിച്ചറിയുക.